ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജീവിതം വഴുതി പോകുന്നത് എപ്പോഴാണെന്ന് ആർക്കും പറയാനാകില്ല. പരസ്പരം തിരിച്ചറിഞ്ഞ് പങ്കുവയ്ക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാധാകൃഷ്ണന്റെ തകർന്ന ജീവിതമാണ്. ജീവിതം സാക്ഷി. രാധാകൃഷ്ണന്റെ ചുറ്റും ബന്ധുക്കളുണ്ട്, സ്നേഹമുള്ള അമ്മയുണ്ട്, മൂത്ത മകൻ കൂടെ തന്നെയുണ്ട്. ഭാര്യ നല്ലവളാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും തന്നെ ഒറ്റയ്ക്കാക്കി അവൾ പോയതിന്റെ കാരണമറിയില്ല രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ അല്ലേ? എവിടുന്നാ വരുന്നേ? പത്തനംതിട്ടയല്ലേ. എവിടെയാ ജോലി? ജോലി നാട്ടിൽ തന്നെ. എന്താ ജോലി? കൂലിപ്പണിയാണ്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഇപ്പം അമ്മയും മൂത്ത മോനും. മൂത്ത മോനും. അപ്പോൾ ഇനിയൊരു മോനെവിടെ? ഒരു മോനെ അവർ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഭാര്യ. ഭാര്യ നിങ്ങളുടെ കൂടെ അല്ലേ? ഇപ്പം അല്ല. അതെന്താ കുട്ടികളെങ്ങനെ വേറെ പിരിച്ച് രണ്ടുപേരും ഓരോരോ ആയിട്ട് താമസിക്കുന്നത്? അവർക്കിപ്പം ഭാര്യയ്ക്ക് ഇപ്പം തന്നെ വേണ്ടെന്നുള്ളൊരു താല്പര്യം. പിള്ളേർക്ക് എത്ര വയസ്സായി? ഒരാൾക്ക് 14, ഒരാൾക്ക് 8 വയസ്സ്. എത്ര നാളായി ഭാര്യ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട്? ഇപ്പം 5 വർഷത്തോളം ആവുന്നു. 5 വർഷമായിട്ട് ഇടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടേ ഇല്ലേ? ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുമായിരുന്നു. ക്യാൻസറായിട്ടായിരുന്നു. അങ്ങനെ സുഖമില്ലാതെ പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ വീട്ടുകാരും എല്ലാം കൂടെ വിളിച്ചു വരുത്തുമായിരുന്നു. അച്ഛൻ അത്ര ഇഷ്ടമായിരുന്നു അല്ലേ അനിതയെ? പെൺപിള്ളേരില്ല, ഞങ്ങൾക്ക് 2 ആൺപിള്ളേർ. ഞങ്ങൾ 2 ആൺപിള്ളേരുണ്ട്. പെൺപിള്ളേരില്ല. അത്രയും നല്ലൊരു നല്ലപോലെ അവളെ സ്നേഹിച്ച്. നല്ല പെണ്ണാണോ? പിന്നെ എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെ വേറെ ആയിട്ട് ജീവിക്കുന്നത്? എന്നെ ഇപ്പം വേണ്ടാന്നുള്ളതിൻ്റെ ഒരു താല്പര്യം. എന്താ കാര്യം പിണങ്ങാൻ? നമുക്ക് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞു. ഗൾഫിലേക്ക്? നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കിത് കൊണ്ടുപോകുന്നത് ശരിയല്ല. അന്നേരം അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇവളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് അന്നേരം 2 കുഞ്ഞുങ്ങളും അവിടെ ആയിരുന്നു. എന്താ രക്ഷപ്പെടുത്തുന്നത്? നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ഉള്ളപ്പോൾ എന്തിനാ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നത്? ഇവിടെ കഷ്ടത വലുതായിട്ടില്ലായിരുന്നു. പിന്നെ എന്താ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ കാര്യം എന്താ? ഇവക്ക് പണം എന്നുള്ളൊരു താല്പര്യം. 2 ചെറിയ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒരു സ്ത്രീ ഒരു കാരണമില്ലാതെ പോവോ? ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിടത്തില്ല. നിങ്ങൾ അറിയാതെ ഗൾഫിലോട്ട് പോവോ? ഭർത്താവ് അറിയാതെ അങ്ങനെ പോവാൻ നോക്കോ? പാസ്പോർട്ടൊക്കെ വേണ്ടേ? നിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ പാസ്പോർട്ട് ഇല്ലായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ പാസ്പോർട്ട് എടുത്തത്? അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ പോകുന്ന കാര്യം? ഇല്ല, ഇവിടെ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകണ്ട ഈ 2 കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ജോലിക്ക് അച്ഛനോട് ചോദിച്ചിരുന്നോ? അച്ഛനോട് ചോദിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉള്ള അറിവ്. എനിക്കറിയത്തില്ല. അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാതെ. നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു, ആണോ അല്ലയോ? അത് ഞാനിപ്പോഴും അറിയും. പോയി കഴിഞ്ഞിട്ട് അച്ഛൻ നിൽക്കുന്ന വീട്ടിൽ വിളിച്ച് പറയുക, ഞങ്ങളുടെ മോളെ ഗൾഫിൽ വിട്ടുന്നു. അച്ഛന് പൈസ അയച്ചു കൊടുക്കുമായിരുന്നല്ലോ. അത് എനിക്കറിയത്തില്ല. അറിയില്ല എന്നുള്ള ഇത് എനിക്ക് കേൾക്കാൻ വയ്യ. അറിഞ്ഞില്ലെങ്കിൽ അതിനെന്താ ഒരു കാരണം? അച്ഛൻ അറിയായിരിക്കും. ഞാൻ അറിഞ്ഞാൽ വഴക്ക് പറയാന്നുള്ളത് അറിയായിരിക്കും. അത് അറിയായിരിക്കും. നിങ്ങൾ എന്തിനാ വഴക്ക് പറയുന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഗൾഫിൽ പോയിട്ടുള്ള പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധാരാളം ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് കാശ് കൊടുക്കുമായിരുന്നു ആ പെണ്ണിന്? ഞാൻ പണിക്ക് പോകുന്ന എല്ലാം അവർക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. എല്ലാം കൊടുക്കും. ചെയ്യാൻ എത്ര രൂപ ഉണ്ടാക്കും ഒരു ദിവസം? 100-200 എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്തിനാ 200 രൂപ? ചിലപ്പം ചോറ് കൊണ്ടുപോകത്തില്ലായിരിക്കും, എന്നിട്ട് കാപ്പ് കുടിക്കാൻ നമ്മളെ വണ്ടി ചെലവ്. ബാക്കിയുള്ള 400 രൂപ കൊടുക്കും. കുടിക്കുമോ അല്ലേ? കുടിക്കും. കുടിക്കുന്നതിൽ 200 രൂപ ഒന്നും പോരല്ലോ. വലുതായിട്ട് കുടിക്കത്തില്ല, ഞാൻ വല്ലപ്പോഴും ഒരിക്കലേ കുടിക്കത്തുള്ളൂ. അപ്പോൾ ഈ 2 പിള്ളേരെ വളർത്താൻ ഒരു ദിവസം നിങ്ങൾക്ക് ജോലിയില്ല. എന്തെങ്കിലും ഒരു ദിവസമൊക്കെ ജോലിയുള്ളൂ.
ഈ 400 രൂപ കൊണ്ടുവന്നാൽ മതിയാവോ? അച്ഛൻ കാശ് ഉണ്ടാക്കുന്നുണ്ടോ? അച്ഛൻ ഇല്ല, പണിക്ക് പോകുന്നില്ല. ആണോ? എന്ത് ജോലിയായിരുന്നു അച്ഛന്? അച്ഛന് കൂലിപ്പണിയായിരുന്നു. അച്ഛന് ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ദിവസം കാശ് കൊണ്ടു തരുമോ? മാസത്തിലോ എന്തേലും? അല്ല, അച്ഛൻ കൊണ്ടുതരത്തില്ല. അച്ഛനാണ് വീട് നടത്തിക്കൊണ്ടിരുന്നത്. ഇല്ല. അല്ലേ? അല്ല. നിങ്ങളെല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക വീട്ടിലേക്ക്. ഗൾഫിൽ എന്ത് ജോലിക്കാണ് പോയത് അവിടെ? അവിടെ വീട്ടിൽ ജോലിക്കാന്ന് പറഞ്ഞു. അതിന് മുമ്പ് അവരെന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഇവിടെയൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. ഞാൻ അതിനും വഴക്ക് പറഞ്ഞാടി, നീ ഇവിടെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവരുന്ന ഉള്ളത് കൊണ്ട് കഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പണിക്കായിരുന്നു? ഇവിടെ പണിക്കൊക്കെ പോയിരുന്നു. ഹോം നേഴ്സായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ലേ? ആ, പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. നിങ്ങളല്ലേ കൊണ്ടുവിട്ടത്? ഇതിൻ്റെ ഓഫീസിൽ കൊണ്ടുവിട്ടായിരുന്നു. ജോലിക്ക് പോണ്ടെന്ന് പറയാനായിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾ കഴിയും? നിങ്ങൾ അയച്ചിട്ടുണ്ട് ജോലിക്ക് അല്ലേ? ആ ഹോം നഴ്സിങ്ങിന് അയച്ചിട്ട് ഞാൻ തന്നെ വിളിച്ചു വരുത്തുമായിരുന്നു അവളെ. ഞാൻ പറഞ്ഞു കുഞ്ഞിന് വയ്യ, നീങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അവളിങ്ങി പോയി. അപ്പൊ കൊണ്ട് വിട്ട പറഞ്ഞില്ല തീരെ കുഞ്ഞാന്നുള്ള കാര്യം? ഞാൻ പറഞ്ഞു പോവണ്ട, കുഞ്ഞാന്ന് പറഞ്ഞു. അന്നേരം അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മ. അപ്പൊ നോക്കില്ല, അമ്മ നോക്കിയില്ലേ? പിന്നെ നോക്കുമായിരുന്നു. പിന്നെ എന്താ പെട്ടെന്ന് അമ്മ നോക്കാതെ പോയോ? കുഞ്ഞിന് തീരെ വയ്യായിരുന്നു. അവര് കരഞ്ഞ് പറഞ്ഞിട്ട് എനിക്ക് വയ്യായി, ജോലി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞിട്ടല്ലേ അവര് തിരിച്ചു വന്നത്. നിങ്ങൾ മുറി അടച്ച് 24 മണിക്കൂർ മുറിയിനകത്ത് കിടന്ന് ഉറക്കാണ്. ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും ഉറക്കം. എവിടെ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ. മറ്റുള്ളവരായിട്ട് ഒരു സഹകരണം ഇല്ലെന്ന് പറയുന്നു. അത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ വലിയതായിട്ട് ആരോടും സഹകരിക്കാൻ പറ്റും. ആരുമായിട്ട് സഹകരിച്ച അതെന്താ അങ്ങനെ? ആരും ഇഷ്ടമല്ലേ? എല്ലാവരും ഇഷ്ടമാണ്. ആ, നമ്മളെ ഞാൻ കുഞ്ഞിനെ മേലെ ഞാൻ അങ്ങനെ വലുതായിട്ട് ആരോട്ടും സഹകരിക്കാനും പോകത്തില്ല. വീട്ടിൽ തന്നെ ജോലിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും, കിടന്നുറങ്ങും. പക്ഷെ അവരെല്ലാവരുമായിട്ട് നല്ല ഇണങ്ങി പരിചയപ്പെടുന്ന നിങ്ങളുടെ അച്ഛൻ അമ്മയോടൊക്കെ വലിയ സ്നേഹമുള്ള ഒരു സ്ത്രീ ആയിരുന്നല്ലോ. അച്ഛൻ മരിച്ചപ്പോൾ അവിടെ വന്നിട്ട് അവരല്ലേ പൈസയെല്ലാം ചിലവാക്കിയത്? അത് ഗൾഫിൽ പോയ കാശല്ലേ അതൊക്കെ? അല്ല, അവരല്ലേ ചിലവാക്കി. പിന്നെ അവരാ ചിലവാക്കിയത്. നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ അവിടെ പോയി എല്ലാ കാശും അവരാണ് ചിലവാക്കിയത്. ഇല്ല ഇല്ല, അറിയാം, ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാം. അല്ല, ഞാനും എൻ്റെ അനിയനും കൂടെ ആയിരുന്നു. അവരൊന്നും ഒരു പൈസ മേടിച്ചിട്ടില്ലേ? ഇവര് പറയുന്നുണ്ട് എൻ്റെ അനിയൻ്റെ കയ്യിൽ അങ്ങോട്ട് 2000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. പൈസ വാങ്ങിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുന്നത് എൻ്റെ അനിയനും അറിയാം. ഗൾഫിൽ പോയ ഒറ്റ കാരണം കൊണ്ടാണോ ഇപ്പം നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത്? ഇപ്പൊ അവക്ക് എന്നെ വേണ്ട എന്നുള്ളൊരു താല്പര്യം. അതെന്താ കാരണം? അവരെന്താ കാരണം പറയുന്നത്? അവർ കാരണം പറയുന്നത്, ഞാൻ അച്ഛൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളാരും വിളിക്കാൻ പോയില്ല. വിളിക്കാൻ പോയത് അവരുടെ അപ്പച്ചിയുടെ മോള് കൊണ്ടുവിട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേട്ടത്തിയുണ്ട്. ചേട്ടത്തി ഇവരുമായിട്ട് ഇവർ രണ്ടുപേരങ്ങളായിരുന്നു പണിക്ക് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇവരതുപോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരാ. ഇപ്പം അവരെ പോലും ഇവക്ക് കണ്ടുകൂടാ. അവരുടെ വീട്ടിൽ ഞാൻ പോകുന്നത് പോലും ഇവക്ക് കയറുക. അല്ല, ഇടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞു. ഇതേനെ ഞങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗൾഫിൽ പോയിട്ട് ഞാൻ പോലും വിളിക്കാതെ ഇവള് സ്വയം മനസ്സോടാണ് വന്നേ. ഞങ്ങൾ ഇതുപോലെ നല്ലപോലെ സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ എളുപ്പം പിരിയുകയും ചെയ്യും. അതെന്താ പിരിയുന്നത്? കൂടെ ഞാൻ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുത്തില്ല, ചിലപ്പം അവൾ പറയുന്നത് ചിലപ്പോൾ എനിക്കും ഇഷ്ടപ്പെടുത്തില്ല. എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോവോ? അവരുടെ വീട്ടിൽ പോകും. ഇവക്ക് വലിയ ഒരു ദേഷ്യക്കാരി, വാശിയാക്കും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെക്കാരിലും ഒരു ഭയങ്കര വാശിയോ അവൾ പറയുന്നത് പോലെ തന്നെ പിടിച്ചു നിൽക്കും. എനിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ അതൊന്നും കാരണമല്ല. ഒരു ഭർത്താവും ഭാര്യയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ദേഷ്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ പിരിഞ്ഞ അവർ നിങ്ങളെ വേണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ബാത്റൂമില്ലായിരുന്നു. അന്നേരം എനിക്ക് ബാത്റൂമിൻ്റെയൊക്കെ അനുഭവിച്ചു. പഞ്ചായത്തിൽ നിന്ന് അച്ഛൻ്റെ പേർക്ക് ഇതൊക്കെ വന്നേ. എന്നിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പേർക്ക് എൻ്റെ പേർക്ക് വരത്തില്ല. കാരണം പിന്നെ പഞ്ചായത്തിലൊക്കെ പോയി അതോടും പറഞ്ഞു അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ പേരിലേ കിട്ടത്തുള്ളടേ, അയാളൊരു കാര്യം ചെയ്യുക, അമ്മയുടെ അഡ്രസ്സും പ്രകാരം എല്ലാം ശരിയായിക്കൊണ്ട് പോവാ, അമ്മയുടെ പേർക്ക് അങ്ങ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കിട്ടാൻ താമസിച്ചു പോയി. അന്നേരം ഇവള് വന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുവാന്നില്ല. അന്നേരം ഇവള് തന്നെ പറഞ്ഞു, അണ്ണാ ഞാൻ പോയിട്ട് വീട്ടിൽ പോയി മാല വല്ലതും പണയം വെച്ചിട്ട് നമുക്ക് കക്കുസുമണി പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എൻ്റെ കാശ് കൊണ്ട് വെക്കണ്ട, ഞാൻ എൻ്റെ കാശ് കൊണ്ട് തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞു. അത് വേണ്ടെന്ന് ഞാൻ വെക്കാം, നമുക്ക് നല്ല രീതിയിലൊരു കക്കുസും കുളിമുറിയായിട്ടൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കക്കൂസും കുളിമുറി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങ് പിണക്കുക. ഞങ്ങൾ ഇച്ചിരി നേരം നോക്കി. എത്ര കാലമായി കക്കൂസും കുളിമുറിയൊക്കെ ഉണ്ടാക്കാൻ? 10 വർഷം കഴിഞ്ഞു അല്ലേ? അപ്പോ ഞങ്ങൾ അത് വരയ്ക്കും ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത വീട്ടിലാണ് ആ പെണ്ണ് ജീവിച്ചത്. അല്ല, ഞങ്ങളുടെ അനിയച്ചാറുടെ വീട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അനിയന്റെ വീട് എത്ര ദൂരമുണ്ട്? കുറച്ച് ദൂരമേ ഉള്ളൂ.
600 രൂപ ഒരു ദിവസം കിട്ടുന്ന ഒരാള് ഒരു ബാത്റൂം ഒരു ഭാര്യയ്ക്ക് വെച്ച് കൊടുക്കണ്ടേ? അതെന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ കുടിയൊക്കെ കുറിച്ച് നിർത്തി ആ കാശും ചേർത്തി ഒരു ബാത്റൂം ഒന്ന് വെച്ച് കൊടുക്കാമായിരുന്നില്ലേ? ഒരു അടിസ്ഥാന സൗകര്യല്ലേ ഒരു സ്ത്രീക്ക് അത്? അതെന്തുകൊണ്ട് ചെയ്തില്ല 10 കൊല്ലമായിട്ട്? ചെയ്തില്ല എന്നുള്ള പണത്തിന്റെ ഒരു ബുദ്ധിമുട്ട്. എന്നിട്ട് രാധാകൃഷ്ണൻ പൈസ വേണ്ട, അവളുടെ പൈസ വേണ്ട എന്നൊക്കെ പറയുമ്പോഴേ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വല്ല അടിസ്ഥാനം പിന്നെ അങ്ങനെയുള്ളൊരു ജീവിതത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് അവർ പോയത്. അത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നില്ല? മേഡം ഇവിടെ വന്ന് പണിഞ്ഞിട്ട് അവരുടെ വീട്ടുകാരായി പൈസ മൊത്തം വാങ്ങിക്കുന്നേ. ഞാൻ ഒരു പ്രാവശ്യം അവരുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഈ 4 വർഷം മോള് ഗൾഫിൽ പോയില്ലയോ ഈ വന്ന് കഴിഞ്ഞിട്ട്? ഗൾഫിൽ അതിൽ ഞാൻ ചോദിച്ചു, അവരുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഈ 4 വർഷമുള്ള പൈസ മതി, നിനക്ക് നേരത്തെ പൈസ വേണ്ടായിരുന്നു, നിനക്ക് ഇപ്പം പൈസ ഉള്ള മറ്റേ മോനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിച്ചതാ. മറ്റേ മോനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നെ ഇതെല്ലാം വരുമോ? അല്ല, ആദ്യം നിങ്ങൾ വലിയ വീരവാദങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ പോയി കണക്ക് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കണക്ക് ചോദിച്ചതല്ല, കണക്ക് ചോദിച്ചതല്ല, എനിക്ക് ആ പൈസയും വേണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഇതാണ് കാരണം. ഇത് വേറെ വലിയ കാരണങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾക്കൊന്നും വലിയ കാര്യങ്ങൾ പറയാനില്ല. നമുക്ക് രാധാകൃഷ്ണ സഹോദരനും അമ്മയും വന്നിട്ടുണ്ട്, അവരെ വിളിക്കാം നമുക്ക്. മൂത്ത മരുമകള് നിങ്ങളോട് പറഞ്ഞിട്ടാണോ ഗൾഫിലോട്ട് പോയത്? പറയാതെ പോയി? നിങ്ങളൊന്നും അറിഞ്ഞില്ല? നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണോ പോയത്? അവരുടെ വീട്ടിൽ അത് ശരി, അവരുടെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നാണോ ഗൾഫിലോട്ട് പോയത്? വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലായിരുന്നു. ഭർത്താവ് വന്ന് പറഞ്ഞു, കൊച്ചവിടെ ഇല്ല, കൊച്ചു ഗൾഫിൽ പോയ പറ്റി വേറെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ അച്ഛനാണ് വിവരം ഒന്ന് പറഞ്ഞത്? പറയുന്നു. അച്ഛനും അറിയുന്നില്ല പോയത്. അപ്പൊ അച്ഛൻ അറിഞ്ഞു? അന്നേരം അറിയുന്നേ, പോയി കഴിഞ്ഞാൽ അറിയുന്നേ. എന്ത് സാഹചര്യം, എന്തിനു വേണ്ടിയായിരുന്നു അവരങ്ങനെ പറയാതെ പോവാൻ കാരണം? അത് എനിക്കറിയത്തില്ല. അല്ല, ഇവർ തമ്മിൽ വഴക്കായിരുന്നു എപ്പോഴും? ഇല്ല, സന്തോഷത്തോടാ പോയെ. സ്നേഹത്തോടെ തന്നെ ആയിരുന്നു. അല്ല, രാജൻ പറ, അവർ തമ്മിൽ വഴക്കായിരുന്നോ? ഒരു വഴക്കിന് പോയതല്ല. ഓ, പിന്നെ എന്ത് കാരണം കൊണ്ടായിരിക്കും അവർ പോയത്? കാശുണ്ടാക്കാൻ വേണ്ടി? എന്തുകൊണ്ട് ഭർത്താവ് ഉള്ളപ്പോ കാശുണ്ടാക്കാൻ വേണ്ടി അവര് പോവാൻ കാരണം എന്താ? രാധാകൃഷ്ണൻ ചെലവിനൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുമായിരുന്നോ? കൃത്യമായിട്ട് ദിവസം കൊണ്ടത് കൊടുക്കോ? ഒരാഴ്ചയിൽ എത്ര ദിവസം പണി ഉണ്ടാവും? 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കാണും. ഉണ്ടാവും. അവർക്ക് ആവശ്യത്തിനുള്ള ആഹാരവും വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടിയാണോ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്? വേറെ വീട്ടിലാണ്. ഈ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു വീട്ടിൽ താമസിച്ചത് നിങ്ങളായി അവരാണ്? അതെന്ത് 10 കൊല്ലം ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാതെ വേറെ ഒരാളുടെ വീട്ടിൽ പോയി അങ്ങനെ പോകാൻ കാര്യം? വേറെ ആളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ തന്നെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു വ്യക്തമായ എന്തുകൊണ്ട് അവർ പോയിന്ന് പറയാനില്ല? അറിയത്തില്ല. പക്ഷെ അവരിപ്പോഴും നിങ്ങളോടൊക്കെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് അല്ലേ? ഇല്ല, പോയി കഴിഞ്ഞൊക്കെ പിന്നെ അച്ഛൻ മരിച്ചപ്പോ വന്നില്ലേ? വന്നു. അപ്പൊ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? സ്നേഹത്തോടായിരുന്നു? വന്നു. ദഹനം കഴിഞ്ഞ ഉടനെ അവരങ്ങ് പോവുകയും ചെയ്തു. ദഹനം കഴിഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല, പോകാന്ന് പറഞ്ഞില്ല. അല്ല, അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചില്ലേ? ആദ്യം വന്നപ്പോഴായിരുന്നു. രണ്ടാമത് അച്ഛന്റെ മരണത്തിന് അത് കഴിഞ്ഞ് ജീവിച്ചില്ല. അത് കഴിഞ്ഞാ ജീവിക്കുന്ന ഞങ്ങൾ ജീവിച്ചത് 10 ദിവസം 10 ദിവസം നിന്ന് 10 ദിവസം ജീവിച്ചിട്ട് പോക്കളഞ്ഞു. ഇതും കക്കൂസം ഉണ്ടാക്കി, പേരന് കക്കൂസം ഉണ്ടാക്കി. ഈ ഇളയ മോനെ കൊണ്ടുപോകണമായിരുന്നു. ഇളയ 2 പിള്ളേരും എൻ്റെ കൂടെ അല്ലായിരുന്നു. ഇളയ മോളെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇതായിരുന്നു ഇവർക്കുള്ള പരിപാടി. അപ്പൊ മൂത്ത മോനെ നിങ്ങൾ വളർത്തിക്കോളുന്നുള്ളവര് 2 പേരെയും കൂടെ കൊണ്ടുപോകാനുള്ള ഇതായിരുന്നു. പിന്നെ എങ്ങനെ മൂത്ത മോനെ വിട്ടിട്ട് പോയി? ഇയാള് പോകത്തില്ല, വലിയവൻ പോകത്തില്ല. എന്താ മൂത്തവൻ പോവാതിരിക്കാൻ കാരണം? അവന് ഇഷ്ടമല്ല. നിങ്ങളോടൊക്കെ ആയിരുന്നു ഇഷ്ടം? ഇളവനും ഞങ്ങളോടായിരുന്നു ഇഷ്ടം. 2 ദിവസം പ്രവഹിച്ച് വരട്ടെ. 3ാം ക്ലാസ്സിൽ പഠിക്കേണ്ടവനാ. അപ്പൊ പറഞ്ഞു, അപ്പൂപ്പനും അമ്മയും പറഞ്ഞു 2 ദിവസം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 3ാം ദിവസം കൊണ്ടുപോയത് ഇളയ മോനെ? 8ാമത്തെ വയസ്സ്. ഈ വർഷം ഇളയ മോനെ 8 വയസ്സുള്ളപ്പോ ഇപ്പം വന്നപ്പോഴാണ് ഇവള് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവരുടെ അമ്മേരെ അടുത്ത് കൊടുത്ത് വളർത്താണ്. അവിടെ വളർത്തിയിട്ട് ഇവള് വേറെ ഹോം നഴ്സിംഗിന് വേറെ എവിടെ കണ്ട് പണിക്ക് പോവാ. ഓ, ഇപ്പൊ തിരിച്ചും പോയിട്ടില്ല. ഇവിടെ ഹോം നഴ്സായിട്ട് പിന്നെയും പോയിക്കൊണ്ട് ഈ മാസത്തിലൊക്കെ വന്നേ കുഞ്ഞിനെ കാണത്തുള്ളൂ. ഞാൻ സ്കൂളിൽ പോയി കാണും ചിലപ്പോൾ. അവിടെ സ്കൂളിൽ ചേർത്തിയോ കൊച്ചിനെ? മാനേജ്മെന്റ് സ്കൂളിൽ.
അവിടെ ചേർത്തി. നിങ്ങൾ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ ആഴ്ചയിലും പോയി. ഞാൻ എൻ്റെ മൂത്ത മോനെ വിടുകയും ചെയ്യും. ആ, മൂത്ത മോനെ വിടുക, അവിടെ പോയി അനിയനെ കണ്ടിട്ട് പോവാം. ഞാൻ പോകുമ്പോൾ ഇവരെന്നെ തല്ലാൻ വരെ വന്നു. തന്ത ആര്യതെല്ലാം വന്നു. അറച്ചൻ, നിനക്കിവിടെ കുഞ്ഞുമില്ല, നിനക്കിവിടെ ഭാര്യയുമില്ല, ഇറങ്ങി പോകോളാൻ പറഞ്ഞു. ഭാര്യയുടെ വീട്ടിൽ പോയപ്പോ ആ വണ്ടി കയറുന്ന ജംഗ്ഷൻ വരെ വന്നു. ആ, നിങ്ങളോട് ഇത്രയും വിരോധം തോന്നാൻ എന്താ അതാ കാരണം? എനിക്കും അറിയാത്തത്. ഞാൻ ഇവർ പറയുന്നതിൻ്റെ ഇതിന് നിൽക്കത്തില്ല. ഇവർക്ക് എന്താ പിടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് ഇവരുടെ വീട്ടിൽ പോയി താമസിക്കാനുള്ള അരിയായിരിക്കും. കല്യാണം കഴിഞ്ഞപ്പം തന്നെ ഇവർ പറഞ്ഞതാ, എനിക്ക് ഇവിടെ ഒരു 10 സെൻറ്റ് ബസ് തരാം, നീ ഇവിടെ വന്ന് താമസിക്കാം. ഞാൻ പറഞ്ഞു, നീ കിടക്കുന്ന വന്നാലും ശരി, എന്നെ ഭാര്യ വീട്ടിൽ ഞാൻ വന്ന് കിടക്കത്തില്ല, എനിക്ക് ഇവിടെ കിടക്കാൻ എൻ്റെ അച്ഛൻ്റെ ഗവൺമെൻറ്, ഞാൻ ഇവിടെ കിടന്നുള്ളാന്ന്. ഇപ്പം എൻ്റെ കുഞ്ഞിനെ പോലും അവർ കാണിപ്പിക്കത്തില്ല. ഫോൺ വിളിച്ചാൽ ഇപ്പോൾ ഫോൺ കൊടുക്കത്തില്ല. ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തന്നിട്ട് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ താ, ഞാൻ നോക്കിക്കോളാം. കുഞ്ഞല്ലേ ഇത്? ഭാര്യയുടെ കുഞ്ഞ് സാറേ ഇപ്പോഴല്ലേ അതായത്, ഇപ്പോഴല്ലേ ഇത്രയും വർഷം ഇപ്പോൾ നോക്കിയിട്ടില്ല. ഈ ഒന്നും അറിയാൻ വയ്യ പരുവത്തിൽ പോയി. 8 വർഷം മുതൽ നോക്കിയോണ്ട് പറയല്ല. അമ്മ എന്താ പറയുന്നത്? അമ്മ പറയാനുള്ളത് പറ. 8 വർഷമല്ല, ഇപ്പൊ മൂത്ത കൊച്ചിന് 14 വയസ്സുണ്ട്. ഈ 14 വയസ്സ് വരെ എന്റെ നെഞ്ചു കൊടുത്താൽ ഞാൻ അതിനെ വളർത്തിയത്. ഇത്രയും സ്വന്തം തള്ള അതിന്റെ വെത്തൽ അറിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് എന്നെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരത്തില്ല. അവളോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹം പോലെ ആ തള്ളയോട് ഇല്ല. പല കാര്യങ്ങളും ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നേരമെല്ലാം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അവളോട് പല കാര്യങ്ങളോട് പറഞ്ഞാലും അവൾ ഇരിക്കത്തില്ല. ഈ 2 പിള്ളേർ ആ അമ്മമ്മ തള്ള വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞങ്ങളവരെ നോക്കി. ആ 2 കുഞ്ഞുങ്ങളെ ഞങ്ങളാണ് നോക്കി. അവർക്ക് തുണി നനച്ച് കുടിക്കും, അവർക്ക് ആഹാരം കുടിക്കും, എല്ലാം ചെയ്യുമ്പോൾ ഈ തന്നെ അമ്മ അന്നേ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുക ചാവാറായി കിടക്കുമായിരുന്നു. അന്ന് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നമ്പി. അമ്മ വന്ന് വാമോനെ വിളിച്ച പിള്ളേർ പോവോ? അത് മറ്റേത് തീരെ പൊടിയാ, അവനറിയില്ല. അവൻ പറഞ്ഞു ഞാൻ പോത്തില്ല, ചാൻ പോയില്ലെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൂപ്പൻ്റെ 10 സെൻറ്റ് സ്ഥലമുണ്ട്. എനിക്ക് ആ അപ്പൂപ്പൻ്റെ സ്ഥലത്ത് കിടന്നാൽ മതി. എനിക്ക് അമ്മയുടെ മണ്ണിൽ എനിക്ക് പാൻ ഇഷ്ടമല്ല. ആരാ പറഞ്ഞത് അങ്ങനെ? എൻ്റെ കൊച്ചുമോൻ. കൊച്ചുമോൻ അതൊക്കെ പറയാൻ അറിയാം. 10 സെന്റ് സ്ഥലമുള്ളതൊക്കെ അറിയാം. 14 വയസ്സുള്ള കൊച്ചിന് 10 സെന്റ് കാര്യങ്ങളൊക്കെ അറിയാം. അതിനകത്ത് എൻ്റെ അച്ഛൻ അമ്മ പോയി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടില്ലേ മകൻ? ഇതുവരെ അമ്മ എന്തിനാ ഞങ്ങളെ വിട്ടു പോയതെന്ന് ചോദിക്കുന്നു. ഗൾഫിൽ പോയതിന് ശേഷം ഈ ഭാര്യ നിങ്ങളോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഫോൺ വിളിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് സംസാരിക്കത്തില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കല ഒന്ന് വെക്കുമ്പോഴത്തേന് ഇപ്പോൾ ഫോൺ കിട്ടാം. ഇത് ചേട്ടനാണെങ്കിൽ വന്ന് ഇനി അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പ്രശ്നം വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഫോൺ വിളിക്കുവാന്ന് പറഞ്ഞ് എന്നോട് പേഷയിൽ പോയപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു, വിളിക്കാൻ കാര്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ചേട്ടനത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്നത് ഇഷ്ടമല്ലാതായി. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, എന്നെ ഇവിടെ ചേച്ചി ഇനി ഇങ്ങോട്ട് വിളിക്കരുത്, വിളിച്ചാൽ പിന്നെ ചേട്ടന് കയറുവാവും, പിന്നെ ചേട്ടനും അനിയനും തമ്മിൽ വഴക്കാവത്തില്ലേ ചെമ്മി, അതുകൊണ്ട് എന്നെ വിളിക്കരുതെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ടുമില്ല. ഒരു ഭാര്യയ്ക്ക് വീട്ടിനകത്തൊരു സ്ഥാനമില്ലെങ്കിൽ സ്ഥലമില്ല, നിങ്ങൾ പറയുന്ന അവരുടെ പണം വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ടെന്ന് പറയും. നിന്റെ ഒന്നും വേണ്ട, അവരൊരു ബാത്റൂം കെട്ടാനായിട്ട് പണയം വെച്ച് കുറച്ച് പൈസ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതും നിനക്ക് വേണ്ട. എന്നാൽ ബാത്റൂം കെട്ടാൻ പറ്റണില്ലല്ലോ. അനിയൻ്റെ വീട്ടിൽ ബാത്റൂമിൽ പോകേണ്ട ഗതികേട് ഒരു സ്ത്രീക്ക് വന്നിട്ട് ആ സ്ത്രീ ആ വീട്ടിൽ വരാൻ മടിക്കൂലേ? പിന്നെ പണം ഉണ്ടാക്കിയവരുണ്ടാക്കി ഒരു ബാത്റൂം ഉണ്ടാക്കി അല്ലേ, പിന്നെ അവരുടെ പണം നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവരെ അവഗണിക്കണം തുല്യമാണത്.